കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. പൂമ്പൊടിയായി പൂമഴയായി കിന്നാരം ബോഡിയല്ല ഞാൻ തൊട്ടു. എടി നിന്നെ ഞാനുണ്ടല്ലോ. നിക്കടി, ഇനി നീ എങ്ങോട്ട് ഓരോടി പറ. അങ്ങനെ പോയാലും ആ സമയത്ത് ഞാൻ അവിടെ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഈശ്വരാധീനം. ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് മാഷേ? ഒന്നും സംഭവിച്ചില്ല അത്രേ. ഉണ്ണി വന്നത് വന്നു. ഇനി ടെൻഷൻ അടിച്ച് രക്തസമ്മർദ്ദം കൂട്ടണ്ട. മാഷക്ക് നിസാരായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. എന്റെ മോൾക്കാ ഇത് പറ്റിയത്, അറിയോ? തന്റെ മോൾ എന്റെയും മോള് തന്നെയല്ലേ. എന്താ ഉണ്ണി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതിയോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. കുറ്റം തന്റെ ഭാഗത്തുമുണ്ട്. ഗുസ്തിക്കാരനെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു കള്ളനെയല്ലേ താൻ എന്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത്? താൻ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടോ? സരോജിനിയമ്മേ, ഇയാളെ പറഞ്ഞു മനസ്സിലാക്കൂ. അതെ, മിണ്ടണ്ട. ഒരു മൂലയിൽ അനങ്ങാതിരുന്നാ മതി. എന്റെ മോൻ ഒരുത്തന ഇതിനൊക്കെ കാരണം. നമ്മുടെ മോളും കുറ്റക്കാരിയാ. ഓടി അപ്പുറത്ത് ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. അച്ചുമാഷെ ദുഷ്യന്റെ കവലെ കിടന്ന് അടിയുണ്ടാക്കുന്നു. എന്നു മുതലടാ ഫയൽമാനായത്? ഒരബദ്ധം പറ്റിപ്പോകാൻ ആശാനെ മാപ്പാക്കണം. എനിക്ക് ഞാൻ മാപ്പ് തരണം. നീലാണ്ടന്റെ വീട്ടിൽ വെച്ച് സാവിത്രി കണ്ടപ്പോൾ ഫയൽമാന്റെ മുഖം നീ ശ്രദ്ധിച്ചോളാം. ഫയൽമാന്റെ മോന്റെ അല്ല നമ്മൾ ശ്രദ്ധിച്ചത്, സാവിത്രിന്റെ മോന്റെയാണ്. ഫയൽമാനെ കണ്ടപ്പോ ഓളുടെ മുഖം ബലത് ബലത്തെ നമ്മ കണ്ടല്ലേ. സാവിത്രിയെ കണ്ടാ ഞെട്ടാത്തവൻ ആരാ ഉള്ളത്? ആർഷഭാരത സംസ്കാരത്തെ തുരകം വെക്കുന്ന വർത്താനം പറയല്ലേ ശങ്കര. ആനും പെണ്ണ് ലൈൻ അടിക്കുന്നത് ആർഷഭാരത്ത് എന്നാ കാര്യം? ഈ കണാരേട്ടന് ലൈനടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൂടുന്നു. ആ കണാരേട്ടന് ആകെ ലൈനേ ഉള്ളെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്റെ സംശയം ഇപ്പോ ഫയൽമാനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും. നമുക്ക് ഫയൽമാനോട് നേരിട്ട് ചോദിച്ചാലോ? എന്നിട്ട് വേണം ഫയൽമാന്റെ വെയിറ്റ് ഉള്ള ഇടിയോട്ട് വാങ്ങിക്കാൻ. ഒട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തം കൊടുത്തവർ ആരാടാ? എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല എല്ലാരും ഉണ്ടല്ലോ. ഒത്തുപിടിച്ചാ മലയും പോരോന്നാണല്ലോ. 1 മണിക്കൂറുണ്ട് അറ്റൻഡ് ശരിയാക്കിയത്. ഒരു സൗകര്യമൊക്കെ ഇത് മതിയല്ലോ. ഓഹോ, ഇത് തന്നെ ധാരാളം. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം, പക്ഷെ ഗുസ്തിയെ കുറിച്ച് മാത്രമായിരിക്കണം. ഇത് ഗുസ്തിന്റെ കാര്യമല്ല. പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട സാവിത്രിന്റെ. അല്ല, ഫയൽമാനും സാവിത്രിയും തമ്മില് കുറെ നേരം
തുടങ്ങിയിട്ട് എന്താണ് നിന്റെ സംശയം? ഒന്നുമില്ല. നിനക്കെന്താ സംശയം? അത് പിന്നെ ഈ കുത്തി എപ്പോ തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തുടങ്ങിയിരിക്കും. അതിനു മുമ്പ് തന്റെ ഒരു വക സംശയം ചോദിക്കാൻ വന്നിട്ടില്ല. തന്റെ ദേഹത്തെ ഞാൻ കുത്തി മാറ്റി ചെയ്യും. എല്ലാവരും പോയി. മത്സരം കഴിയുന്നവരെ ഈ സഖാവ് ഫയൽമാൻ സഖാവിന്റെ ഒപ്പം ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എങ്കിൽ നാളെ വരുമ്പോ കണ്ണു പോവാത്ത ഒരു കൂടം കള്ള്. അല്ല, ഈ നാട്ടുകാര് പറയുന്നൊന്നും ഫയൽമാൻ കാര്യാക്കണ്ട. നാട്ടുകാർ എന്തു പറഞ്ഞു? അല്ല, ഈ സാവിത്രിയായിട്ട് സാവിത്രിയുടെ നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കും? സ്വയം ഉണ്ടാക്കി വെച്ച കടം നാട്ടുകാരായിട്ട് തീർക്കാൻ പോവല്ലേ? അതിനെ പറ്റിയല്ല, പിന്നെ സാവിത്രി ഒന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കിപ്പോ ആലോചിക്കാൻ നേരമൊന്നുമില്ല. തന്നെത്താൻ ആലോചിച്ചാ മതി. സാവിത്രിയെ കുറിച്ചാ. എന്നെ കുറിച്ചോ? അതെ, ആ ഫയൽമാൻ ഫൽഗുണൻ സാവിത്രിയെ കണ്ടപ്പോ വല്ലാണ്ടായെന്നും അപ്പൊ സാവിത്രിയുടെ മുഖത്ത് അമ്പരപ്പ് ഉണ്ടായെന്നൊക്കെയാണ് നാട്ടുകാർ പറയണത്. ഒക്കെ സത്യ. അതിന് നാട്ടുകാർക്കെന്താ? അപ്പൊ സാവിത്രിക്ക് അയാളെ പണ്ടേ അറിയാലേ? അറിയാം. എങ്ങനെ? ഞങ്ങള് പരിചയക്കാരാ. അതല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധം? അതെ, എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അയാളായിട്ടില്ല. അപ്പൊ നാട്ടുകാർ പറയുന്നതോ? തീയില്ലാതെ എങ്ങനെ പുകയുണ്ടാകുക? അപ്പോ സ്വന്തം ഭാര്യയെക്കാളും വിശ്വാസം നിങ്ങൾക്ക് നാട്ടുകാരിയാണല്ലേ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു കൂട്ടിന്. ഇപ്പൊ ദേ സംശയം. നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാട് മുഴുവൻ കടമുണ്ടാക്കി ഉള്ളതെല്ലാം വിറ്റ് തൊലച്ചു. എന്തിന്? എന്റെ എല്ലാമായി അറിഞ്ഞാണ് പോലും. എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട്, ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയം വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷെ. തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണ്ണന്റെ അധവർണ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷിക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം ആ പണയപ്പണ്ട ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. മുതൽ കൊടുക്കാൻ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഉറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി. മാഷ് വിചാരിച്ചാൽ നടക്കും, ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോയ്ക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോഴേ മീത്തിലേത്ത് തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിയും ജപമൊന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ടം പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ദേ നുണ പറയരുത്. നീലാണ്ടന് പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠൻ ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിന് എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണോ ഇല്ലല്ലോ മനുഷ്യ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ. പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞൂന്നാ എനിക്ക് മനസ്സിലാവാ. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നോ? ഈ മനോരമക്കാരെ കൊണ്ടും മാതൃഭൂമിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. എനിക്ക് മനോരമ മാതൃഭൂമിയൊന്നും അല്ല. ഇങ്ങനൊരു ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞേ. അച്യുതെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി നാറും. സ്വർണം നാറോ? സ്വർണ്ണ അല്ല നിങ്ങളാ. അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവാരും ഒക്കെ പിന്നെ ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. അയ്യോ, നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണി മുതലാളി എന്താ പെട്ടെന്ന്? ആ, പെട്ടെന്നല്ലല്ലോ. ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ. എന്തേ?
രാവണ്ണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്കാം. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയും പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തന്ത, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാഞ്ഞൂള് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനിവിടെ ഇല്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ? മുതലാളി ഇരിക്കി, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ. അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രാണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ. മുതലാളി